യുദ്ധം എന്ന് പറയുന്നത് വെറും ഒരു സൈനിക നടപടിയാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാഭകരമായ ഒരു ബിസിനസ്സാണ്. ഇത് ചരിത്രപരമായി നോക്കിയാൽ പല യുദ്ധങ്ങളും ഒരു പ്രത്യേക സാമ്പത്തിക ലക്ഷ്യത്തോടെയോ അല്ലെങ്കിൽ യുദ്ധാനന്തര ലാഭങ്ങൾ മുന്നിൽ കണ്ടോ ആണ് ആസൂത്രണം ചെയ്യപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. യുദ്ധത്തിന് പുറകിലെ ഈ കച്ചവട തന്ത്രങ്ങളെക്കുറിച്ച് അഥവാ വാർ എക്കണോമിക്സിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. യുദ്ധത്തിൽ ചോര ഒഴുക്കുന്നത് ജനങ്ങളാണെങ്കിൽ പണം ഒഴുക്കുന്നത് കമ്പനികളാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപും യുദ്ധകാലത്തും അത് അവസാനിച്ച ശേഷവും പണം വാരുന്ന ഒരു വലിയ വിപണി നമ്മുടെ ലോകത്തുണ്ട്. ഇതിനെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. ഒരു രാജ്യം ബോംബിട്ട് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ രാജ്യത്തെ വീണ്ടും പടുത്തുയർത്തുന്നത് ആരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വൻകിട കരാറുകൾ ആവശ്യമായ ഈ പദ്ധതിക്ക് പുറകിൽ ആരാണ് ലാഭമുണ്ടാക്കുന്നത്? സത്യത്തിൽ അവിടെയാണ് ലോകത്തെ ഈ യുദ്ധങ്ങൾക്ക് പുറകിലെ സാമ്പത്തികം ഒളിഞ്ഞിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ, കൺസ്ട്രക്ഷൻ ഭീമന്മാർ, ഇവരാണ് ഇവിടത്തെ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോ ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം എടുക്കാം. താരതമ്യേന അതിസമ്പന്നമായ രാജ്യങ്ങളാണല്ലോ ഗൾഫ് രാജ്യങ്ങൾ. പണത്തിന് യാതൊരു കുറവുമില്ല, കാരണം ധാരാളം എണ്ണ നിക്ഷേപം അവിടെയുണ്ട്. ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. ചില കെട്ടിടങ്ങളൊക്കെ തകർക്കപ്പെടുന്നു, ചില നഗരങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ ഭീകരമായ അവസ്ഥയല്ലെങ്കിലും താരതമ്യേന നല്ല നഷ്ടം ഗൾഫ് റീജിയണിൽ ഒട്ടാകെ എടുത്താൽ ഉണ്ടായിട്ടുണ്ട്. ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗൾഫിലെ ഭരണാധികാരികളുടെ ആദ്യ ശ്രമങ്ങളിലൊന്ന് ഈ തകർന്നുപോയ കെട്ടിടങ്ങൾ ശരിയാക്കുക, നഗരങ്ങൾ റീബിൽഡ് ചെയ്യുക, റോഡുകൾ വീണ്ടും പഴയതിനേക്കാൾ മികച്ച രീതിയിൽ പുനർനിർമ്മിക്കുക എന്നതിനായിരിക്കും ഭരണാധികാരികൾ മുൻഗണന കൊടുക്കുക. ഇപ്പൊ സ്വകാര്യ കമ്പനികളാണെങ്കിൽ അവരുടെ തകർന്നുപോയ കെട്ടിടങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മികച്ച ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ കണ്ടെത്തി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെ കണ്ടെത്തി അവരെ അതിന്റെ ചുമതല ഏൽപ്പിക്കും. മില്യൺ കണക്കിന് ഡോളറിന്റെ കരാറുകളാണ് ഇവിടെ സൈൻ ചെയ്യപ്പെടുന്നത്. തകർന്ന പാലങ്ങളും റോഡുകളും കെട്ടിടങ്ങളും പുനർനിർമ്മിക്കാൻ ഗൾഫ് രാജ്യങ്ങളോ മറ്റോ ദശലക്ഷക്കണക്കിന് ഡോളറാണ് ചിലവാക്കുന്നത്. ഈ കരാറുകൾ കൂടുതലും ആരാണ് കൊണ്ടുപോകുന്നതെന്നറിയാമോ? അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പനികൾക്കാണ് ഈ കരാറുകൾ കൂടുതലും കിട്ടുന്നത്. പ്രത്യേകിച്ച് ട്രംപ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക മിക്കവാറും ഒട്ടുമിക്ക എല്ലാ കരാറുകളും അമേരിക്കൻ കമ്പനികൾക്ക് തന്നെ കിട്ടി എന്ന് ഉറപ്പുവരുത്തും. അതായത് യുദ്ധാനന്തരം ഗൾഫിനെ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തകർന്നുപോയ കെട്ടിടങ്ങളും നഗരങ്ങളും ഒക്കെ വീണ്ടും മികച്ചതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളാണ് ഇനി അങ്ങോട്ട് സൈൻ ചെയ്യാൻ പോകുന്നത്. ഇതുകൊണ്ട് മാത്രം തീർന്നില്ല ഇതിലെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആയുധ വിപണിയും പ്രതിരോധ കരാറുകളും അതിന്റെ തൊട്ടു പിന്നാലെ വരെയാണ്. ഒരു യുദ്ധം നടക്കുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഇതുവരെ കരുതി വെച്ചിരുന്ന ആയുധങ്ങൾ പെട്ടെന്ന് തീർന്നു പോകുന്നുള്ളതാണ്. ഒരു മിസൈൽ നമുക്ക് പ്രയോഗിക്കാൻ ഏതാനും സെക്കൻഡുകൾ പോലും മതിയാകും. എന്നാൽ ഒരു മിസൈൽ ഉണ്ടാക്കാൻ മാസങ്ങളുടെ പരിശ്രമം ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ പ്രയത്നം കൊണ്ടാണ് ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സിമ്പിളായിട്ട് ചിന്തിക്കൂ. നമ്മൾ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാറുണ്ടല്ലേ? എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഓരോ പടക്കങ്ങളും കമ്പിത്തിരികളും പൂത്തിരികളും ഒക്കെ കത്തിച്ച് കളയുന്നത്. എന്നാൽ ഇത് ഉണ്ടാക്കുന്നതിനുള്ള എഫേർട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര സമയമെടുത്താണ് ഇത് ഓരോന്നും ഇതിന്റെ പുറകിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് തന്നെയാണ് ആയുധങ്ങളുടെ കാര്യത്തിലും. ആയുധങ്ങൾ നമ്മൾ കത്തിച്ച് കളയാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കുകയാണ്. പക്ഷെ ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ വലിയ സമയം വേണ്ടിവരും, വലിയ എഫേർട്ട് വേണ്ടിവരും, ഒരുപാട് പണം ആവശ്യമാണ്. പലപ്പോഴും ഒരു മിസൈല് നമ്മൾ പ്രയോഗിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയാണ് ആ നിമിഷം കത്തിത്തീരുന്നത് എന്നത് പലരും ചിന്തിക്കാറില്ല. ഇറാൻ ഇസ്രായേൽ യുദ്ധം തന്നെ എടുക്കാം. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയുടെ ബേസുകളെ ലക്ഷ്യമിട്ടുകൊണ്ടൊക്കെ പല ആക്രമണവും നടത്തുന്നുണ്ട്. UAEയും കുവൈറ്റും സൗദിയും ഖത്തറും അല്ലെങ്കിൽ ബഹ്റൈനും ഒക്കെ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് ഇറാന്റെ നിരവധി ആക്രമണങ്ങളെ തകർക്കുന്നുണ്ട്. എല്ലാ ആക്രമണങ്ങളെയും ഇവർക്ക് ഒരേപോലെ തകർക്കാൻ കഴിയുന്നില്ല എങ്കിലും ഇറാന്റെ മെജോറിറ്റി അറ്റംപ്റ്റിനെയും ഇവര് നശിപ്പിക്കുന്നുണ്ട്. ഈ നശിപ്പിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മില്യൺ കണക്കിന് ഡോളർ കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണ് ഈ ആകാശത്ത് വരുന്ന ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഒരു പരിധിയില്ലേ? ഇത് മറ്റേ അക്ഷയപാത്രം ഒന്നും അല്ലല്ലോ തീരുമ്പോ ഉണ്ടായി വരാൻ. അപ്പോൾ ഈ കയ്യിൽ വാങ്ങി വെച്ചിരിക്കുന്ന മിസൈലുകൾ അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റംസ് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പുതിയത് വാങ്ങേണ്ടി വരും. അപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് ആയുധങ്ങൾ തീരുന്നു, സാങ്കേതിക വിദ്യ പഴഞ്ചനാകുന്നു. ഇതാണ് ഉണ്ടാവുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്. യുദ്ധത്തിൽ തകർന്നതോ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടതോ ആയ പാട്രിയറ്റ് മിസൈലുകൾ, റഡാറുകൾ ഇവയെല്ലാം മാറ്റിയിട്ട് പുതിയത് വാങ്ങാൻ ഈ ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിതരാകും. കാരണം ഇപ്പോഴവർക്ക് മനസ്സിലായി ഈ കയ്യിലുള്ളതൊന്നും പോരാ. ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ കയ്യിലുള്ള സംവിധാനങ്ങളെല്ലാം
മതിയാവില്ല. കൂടുതൽ ആയുധങ്ങളും ആവശ്യമാണ്, കൂടുതൽ ടെക്നോളജിയും ആവശ്യമാണ്. മാത്രമല്ല കയ്യിൽ ഉണ്ടായിരുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് തീർന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പൊ യുദ്ധം അവസാനിച്ചാൽ ഉടനെ തന്നെ ആദ്യം ഈ രാജ്യങ്ങൾ എന്ത് ചെയ്യും? അമേരിക്കയുമായിട്ട് ബില്യൺ കണക്കിന് ഡോളറിന്റെ കരാറുകൾ ഒപ്പിടും. പുതിയ എയർ ഡിഫൻസ് സിസ്റ്റംസ് വാങ്ങാൻ, ഉള്ളത് കൂടുതൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ ടെക്നോളജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ബില്യൺ കണക്കിന് ഡോളറിന്റെ കരാറുകളാണ് സൈൻ ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ കമ്പനികളുമായിട്ട്. സംഗതി ഗൾഫ് രാജ്യങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും അമേരിക്ക നിയന്ത്രിക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഓൾമോസ്റ്റ് ഇന്ന് അമേരിക്കയുടെ കൺട്രോളിലാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ UAE അല്ലെങ്കിൽ ഒമാനോ ഒക്കെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് ഒന്ന് നോക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം അവർക്കറിയാം ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്നത് മികച്ച എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണെന്ന്. പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദത്തെ അതിജീവിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ കഴിയുമോ എന്നത് നമുക്ക് കാണേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ, വിശേഷിച്ച് UAE കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പ്രസിഡന്റ് ട്രംപും അമേരിക്കൻ ഭരണകൂടവും ഈ അവരുടെ കറവ പശുവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. ഈ പൈസ ഉപയോഗിച്ച് അമേരിക്കൻ ആയുധങ്ങൾ തന്നെ വാങ്ങണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനായിട്ട് ഇവർ ആഗ്രഹിച്ചാലും കഴിയുമോ എന്നതൊക്കെ ഇനിയുള്ള നാളുകളിൽ കാണേണ്ടതാണ്. ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങിയാലും ഇല്ലെങ്കിലും ഉറപ്പായിട്ടും ഈ രാജ്യങ്ങൾ അമേരിക്കൻ കമ്പനികളുമായിട്ട് പ്രതിരോധ കരാറുകൾ ഒപ്പിടുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. ഇനി ഇതോടൊപ്പം തന്നെ അയൽ രാജ്യം ശക്തമാണെന്ന ഒരു ഭയം കൂടി ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഭയം നിലനിർത്തുന്നത് ആയുധങ്ങൾ നിരന്തരം വിറ്റഴിക്കാൻ അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ലാഭം കൊയ്യാനുള്ള വലിയൊരു അവസരമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം തുറന്നിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് അമേരിക്കൻ ആയുധ കച്ചവട കമ്പനികളായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിൻ, അതുപോലെ ബോയിങ് പോലെയുള്ള കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാകാൻ പോവാണ് ഈ യുദ്ധം കഴിയുമ്പോൾ. ഇനി ഇന്ധന വിപണിയിലെ കളികളെ കുറിച്ച് നമ്മൾ അറിയണം. യുദ്ധമുണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കും. ഗൾഫ് മേഖലയിലെ സംഘർഷം എണ്ണ വിതരണത്തെ ബാധിക്കുമെന്ന ഭീതി പരക്കുന്നത് എണ്ണ വില കൂട്ടാൻ കാരണമാകും. ഇത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന വൻകിട കമ്പനികൾക്കും രാജ്യങ്ങൾക്കും പെട്ടെന്ന് വലിയ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ട് മാറുകയാണ്. യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ പലപ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും പെട്ടുപോകാം. യുദ്ധം നടത്താനും പിന്നീട് രാജ്യം പണിയാനുമൊക്കെ ഈ രാജ്യങ്ങൾ വൻതോതിൽ കടമെടുക്കും. ഈ വായ്പകൾ വഴി വികസിത രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഈ രാജ്യങ്ങളുടെ മേൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു മേധാവിത്വം നേടാൻ കഴിയുമെന്ന മറ്റൊരു പ്രത്യേകതയും ഇവിടെയുണ്ട്. അതായത് കടക്കെണിയും സാമ്പത്തിക നിയന്ത്രണവും ഇതിന്റെ ഭാഗമായി വരും, യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് വരും. അതൊരു പരിധിവരെ യുക്രൈൻ അനുഭവിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു വശത്ത് സൈനികരും സാധാരണക്കാരും യുദ്ധത്തിൽ ഇല്ലാതാകുമ്പോൾ മറുവശത്ത് കോർപ്പറേറ്റ് ഓഫീസുകളിൽ ലാഭവിഹിതത്തിന്റെ കണക്കുകൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ആയുധം വിൽക്കുന്നവനും തകർന്നത് പണിയുന്നവനും ഒന്നാണ് എന്നതാണ് ഈ കച്ചവടത്തിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. നമ്മുടെ മാധ്യമങ്ങളും നമ്മളുമൊക്കെ യുദ്ധത്തിന്റെ ഭീതിയെക്കുറിച്ചും മനുഷ്യർ മരണപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ ആശങ്കപ്പെടുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്ന ഇതേ സമയം തന്നെ കോർപ്പറേറ്റ് ഭീമന്മാർ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? എവിടെയൊക്കെ മിസൈലുകൾ പതിച്ചു, മാത്രം നാശനഷ്ടം അവിടെ ഉണ്ടായി, അത് റീബിൽഡ് ചെയ്യാൻ എത്ര ഫണ്ട് ആവശ്യമായിട്ട് വരും, എത്ര നല്ലൊരു ഓഫർ കൊടുക്കാൻ പറ്റും, എത്ര പ്രോഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ഗവൺമെന്റിന് മേൽ പ്രഷർ ചെലുത്തി ആ ഒരു ഡീല് നമുക്ക് തന്നെ, അതിന്റെ റീകൺസ്ട്രക്ഷൻ നമുക്ക് തന്നെ കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇത്തരം ചർച്ചകളാണ് ഇന്ന് കോർപ്പറേറ്റ് ഭീമന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആയുധ കച്ചവടക്കാരും. അവരുടെ ശ്രദ്ധയും ചർച്ചകളും പദ്ധതികളും മുഴുവൻ കച്ചവടത്തെക്കുറിച്ചാണ് ഈ സമയത്ത്. ഇവിടെ നിന്ന് എങ്ങനെ ലാഭമുണ്ടാക്കാം. അവര് യുദ്ധത്തിൽ നിന്നാണ് ലാഭം ഉണ്ടാക്കുന്നത്. മനുഷ്യർക്ക് അസുഖം വരണമെന്ന് പ്രാർത്ഥിക്കുന്ന മരുന്ന് കമ്പനിക്കാരെ പോലെ യുദ്ധങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ആയുധ നിർമ്മാതാക്കളായിട്ടുള്ള കമ്പനികളും ഇത്തരം കോർപ്പറേറ്റ് ഭീമന്മാരും. അവർ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരു വശം കൂടി യുദ്ധങ്ങൾക്ക് പുറകിലുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.